ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സാണ്. ഒരു ക്ലാസ്സായിട്ടൊന്നും കാണണ്ട, ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. അതായത് എനിക്ക് തരാനുള്ള സന്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പേര് ഒരുപാട് വലിയ കഴിവുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷേ എന്നാൽ ആ കഴിവിനെ കണ്ടില്ലെന്ന് അടിച്ചിട്ട് അതിനെ ഉപേക്ഷിച്ച് പോകുന്നവർക്കുള്ളൊരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ആർട്ട് ചെയ്യുന്നവർക്കുള്ളൊരു മോട്ടിവേഷൻ, അങ്ങനെയൊക്കെ കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ചില വാക്കുകളാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക, കേൾക്കുക. അപ്പം നിങ്ങൾക്കൊരു ഇതിനുള്ളൊരു മടുപ്പ് മാറി കിട്ടും. ആർട്ട് ചെയ്യാനുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവും. അപ്പോൾ അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് കേൾക്കുക. നമ്മുടെ ഉള്ളിലെല്ലാം ഒരു കഴിവുണ്ടാകും. അതെന്താണ് നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ചിത്രകലയെ പറ്റിയാണ്. കാരണം എന്നിൽ ഞാൻ കണ്ടെത്തിയ കഴിവ് ചിത്രകലയാണ്. എൻ്റെ ഈ ചാനലിൽ വന്നിരിക്കുന്നവരും ചിത്രകലയിൽ താല്പര്യമുള്ളവരും, ചിലപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവരും, അല്ലെങ്കിൽ ജന്മനാ തന്നെ ആ ഒരു കഴിവ് കിട്ടിയിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ വരയ്ക്കുന്നവരും ഒക്കെ ആയിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയ ഈ കഴിവ് നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. കാരണം ഒരു ആർട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു പണിയല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എടുക്കുക എന്ന് കരുതുക. അപ്പോൾ ആ ഒരു ഫോട്ടോ നമ്മൾ കമ്പ്യൂട്ടർ സഹായത്തോടെ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്ന് കരുതുക. അപ്പോൾ കമ്പ്യൂട്ടർ വരുന്ന ആ ഒരു ഫോട്ടോ ആണ് നമ്മൾ പ്രിൻ്റർ വഴി നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് നിസ്സാരമല്ലല്ലോ. അപ്പോൾ അതൊരു പ്രോസസ്സിങ് തന്നെയാണ് നമ്മൾ ആർട്ടിസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. അതായത് ജസ്റ്റ് നമ്മുടെ കണ്ണെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മോണിറ്ററായിട്ടും നമ്മുടെ കൈ എന്ന് പറയുന്നത് പ്രിൻ്ററായിട്ടും കണ്ടാൽ മതി. അതായത് നമ്മുടെ കണ്ണിൽ വരുന്ന ഒരു ചിത്രമാണ് നമ്മൾ നമ്മുടെ കൈയിൽ കൂടെ ഒരു കടലാസിലേക്ക് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഒത്തിരി വലുതാണ്. അതായത് നമ്മളെല്ലാം ഒരു സൂപ്പർ ഹീറോ ആണ്. അതായത് ആർട്ട് ചെയ്യുന്നവരെല്ലാം തന്നെ ഒരു സൂപ്പർ ഹീറോ ആണ്. പക്ഷെ നിങ്ങളാരും അത് മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ജന്മനാ തന്നെ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടാവും. ചിലർക്ക് ജനിച്ച് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് അതിനെക്കുറിച്ച് താല്പര്യം ഉണ്ടായിട്ട് വീണ്ടും പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ എങ്ങനെയായാലും ആ ഒരു കഴിവിനെ കണ്ടെത്തി നമ്മളതിലേക്ക് ഇറങ്ങി നല്ല രീതിയിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിച്ച് നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് മാറാനൊക്കെ സാധിക്കും. പക്ഷെ നമ്മൾ ഒരുപാട് പേര് കുറേ മടി വന്നിട്ട് വരയ്ക്കായിരുന്നു, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാതെ ഇട്ടിച്ച് പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു വില മനസ്സിലാക്കി അതിലേക്ക് തിരിച്ചു വന്ന് അത് നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റായി മാറണം. അതൊക്കെയാണ് എനിക്ക് നിങ്ങളെ തരാനുള്ളൊരു മോട്ടിവേഷൻ. ഇപ്പോൾ എൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും ഞാനും ആദ്യമൊക്കെ ആർട്ട് നല്ല ചെയ്യുവാണെങ്കിൽ പോലും അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചിട്ടും ഞാൻ വീണ്ടും അത് നിർത്തിയായിരുന്നു. അതായത് ഡ്രോയിങ് നിർത്തിയായിരുന്നു. എന്നിട്ട് വീണ്ടും ഞാൻ അതിലേക്ക് തിരിച്ചു വന്നതാണ്. അപ്പോൾ ആദ്യമൊന്നും ഞാനും അതിന് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് ജന്മനായിട്ടൊരു കഴിവ് തന്നെയാണിത്. എന്നിട്ട് ഞാനത് മൈൻഡ് ചെയ്യാതെ നടന്നു. പിന്നെ ഞാൻ വില മനസ്സിലാക്കിയ ശേഷം അതിലേക്ക് തിരിച്ചു വരികയും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ യൂട്യൂബ് തുടങ്ങിയതുകൊണ്ട് തന്നെ എനിക്കിപ്പം ദിവസം തന്നെ ആർട്ട് ചെയ്യാനുണ്ട്. എല്ലാ ദിവസവും തന്നെ ആർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിന് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. എനിക്ക് കൂടുതൽ ആർട്ടിനെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് സാധിക്കും. നിങ്ങളതൊന്ന് മനസ്സ് വെച്ചാൽ മതി. നമുക്ക് കൂടുതൽ താല്പര്യത്തോടെ നമ്മളതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാകും. നമ്മുടെ മടി മാറും. നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം അതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് തരാനുള്ള മോട്ടിവേഷൻ എന്ന് പറയാനുള്ളത്. നമ്മൾ മടി വിചാരിക്കില്ല. മടി വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. മടി അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും.